വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ PSC ഇന്നലെ നടത്തിയ ഒരു എക്സാം ഉണ്ടായിരുന്നു. അതായത് മലയാളം കന്നഡ അറിയുന്നവർക്ക് വേണ്ടിയിട്ടൊരു LDC എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഖാദി ബോർഡിൻ്റെ LDC എക്സാം എഴുതുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് ഉപകാരപ്പെടും. കാരണം ഒരേ കാലയളവ് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കാം വരുന്ന എക്സാമുകളിൽ നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 40 ക്വസ്റ്റ്യൻസ് കന്നഡ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിനുശേഷമുള്ളത് നമ്മുടെ LDCയുടെ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കുട്ടികളിലെ എല്ലുകളെ ദുർബലപ്പെടുത്തുന്ന റിക്കറ്റ്സ് എന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത് ശരീരത്തിൽ ഡാഷ് കുറയുന്നത് മൂലമാണ്. ഓപ്ഷൻ എ ജീവകം എ, ഓപ്ഷൻ ബി ജീവകം B1, ഓപ്ഷൻ സി ജീവകം D, ഓപ്ഷൻ ഡി ജീവകം K. ഇതിൽ ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് കുട്ടികളിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്? ഏതാ? അത് നമുക്കറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ. ജീവകം D ആണല്ലേ. ജീവകം Dയുടെ കുറവ് മൂലമാണ് ഏത് രോഗം ഉണ്ടാകുന്നത്? റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. 42ാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? നമ്മൾ ലാസ്റ്റ് നടന്ന ഫാം വർക്കർ എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്ഥിതി ചെയ്യുന്ന അവയവം ഏതായിരുന്നു എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ അതേ റിലേറ്റഡ് ആയിട്ട് ഈ എക്സാമിൽ ചോദിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ഏതാ? സ്റ്റേപ്പീസ് ആണല്ലേ. ഓപ്ഷൻ ബി സ്റ്റേപ്പീസ് ആണ് അല്ലേ. ചെവിയിലുള്ള സ്റ്റേപ്പീസ് ആണ് ഏത്? മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത്. 43ാമത്തെ ചോദ്യം: ഓസോൺ പാളിയുടെ കനം കുറയുന്നതിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് എന്താണ്? ഓസോൺ പാളിയുടെ കനം കുറയുന്നതിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ക്ലൂറോ ഫ്ലൂറോ കാർബൺ അല്ലേ. CFC ആണ്. ക്ലൂറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിയുടെ കനം കുറയുന്നതിന് പ്രധാനമായിട്ടും കാരണമെന്ന് പറയുന്നത്. അതുപോലെ ഓസോൺ പാളിയുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതായിരുന്നു? ഡോബ്സൺ യൂണിറ്റ് അല്ലേ. ഈ അടുത്ത് കഴിഞ്ഞൊരു എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡോബ്സൺ യൂണിറ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ഡോബ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത്. 44 സിക്ക വൈറസ് രോഗം പ്രധാനമായിട്ടും പകരുന്നത് ഡാഷ് വഴിയാണ്. സിക്ക വൈറസ് രോഗം പ്രധാനമായിട്ടും പകരുന്നത് ഡാഷ് വഴിയാണ്. ഏതാ? ഓപ്ഷൻ സി അല്ലേ. കൊതുക് കടി, അതായത് ഈഡിസ് ഈജിപ്തി എന്ന കൊതുക് വഴിയാണ് ഏത് പകരുന്നത്? സിക്ക വൈറസ് രോഗം പകരുന്നത് അല്ലേ. സിക്ക വൈറസ് രോഗം പ്രധാനമായിട്ടും പകരുന്നത് കൊതുക് വഴിയാണ്. ഏത് കൊതുക്? ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുക് വഴിയാണ് സിക്ക വൈറസ് പകരുന്നത്. 45 ഭൂമധ്യരേഖയുടെ അടുത്ത് വെച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമധ്യ രേഖക്കടുത്ത് വെച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വെച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കൂടുതൽ. ഓപ്ഷൻ ബി മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കുറവ്. ഓപ്ഷൻ സി മാസും ഭാരവും ഏറ്റവും കൂടുതൽ. ഓപ്ഷൻ ഡി മാസും ഭാരവും ഏറ്റവും കുറവ്. ഏതായിരിക്കും? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഭൂമധ്യരേഖയുടെ അടുത്ത് വെച്ചിട്ട് മാസും ഭാരവും നിർണ്ണയിച്ചു. നമുക്ക് അറിയാം അതിൻ്റെ മാസം എത്രയാണെന്നും ഭാരം എത്രയാണെന്നൊക്കെ നമുക്കറിയാം. ആ വസ്തു ഭൂമിയുടെ ഒരു ധ്രുവപ്രദേശത്തേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന മാറ്റമാണ് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? മാസിൽ എന്തുണ്ടാവില്ല? മാറ്റമൊന്നും ഉണ്ടാവില്ല അല്ലേ. മാസിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യും? ഭാരം എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഒരു വസ്തുവിന് എന്തായിരിക്കും? ഭാരം കുറവായിരിക്കും. ധ്രുവപ്രദേശത്ത് പോകുന്തോറും എന്ത് ചെയ്യും? ഭാരം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യില്ല? അതിൻ്റെ മാസിൽ എന്ത് ചെയ്യുന്നില്ല? മാറ്റങ്ങളൊന്നും വരുന്നില്ല. 46ാമത്തെ ചോദ്യം: ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജ്ജത്തിലുണ്ടാകുന്ന മാറ്റം എന്താ? ഇതൊക്കെ PYQ ആണ് കേട്ടോ. PYQ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജ്ജത്തിലുണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? 4 മടങ്ങാകും അല്ലേ. ഓപ്ഷൻ സി 4 മടങ്ങാകും. ഇരട്ടിയായി കഴിഞ്ഞാൽ അതെന്താവും? 4 മടങ്ങാകും. ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജ്ജം എന്താവും? 4 മടങ്ങാകും. ഇനി 47ാമത്തെ ചോദ്യം: പ്രകാശ പ്രകീർണത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പ്രകാശ പ്രകീർണത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? മഴവിൽ ഉണ്ടാകാൻ കാരണം എന്താ? പ്രകാശ പ്രകീർണനം അല്ലേ. അപ്പോൾ പ്രകീർണത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ചോദിച്ചാൽ ഏതേതാണ് നമുക്ക്? അപവർത്തനം അല്ലെ. ഓപ്ഷൻ ബി അപവർത്തനമാണ്. നമുക്കറിയാം മഴവിൽ ഉണ്ടാകാൻ എന്ത് കാരണമാണ്? അപവർത്തനമാണ്. അങ്ങനെ എഴുതുന്നില്ലേ നമ്മൾ. അപ്പോൾ ഇനി 48ാമത്തെ ചോദ്യം: ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്?
ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? എത്രയാ? 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് എന്തെന്നറിയപ്പെടുന്നത്? അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 49ാമത്തെ ചോദ്യം, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം താപനിലയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? മർദ്ദം സ്ഥിരമായിരിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം താപനിലയോട് എങ്ങനെയായിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ നേർ അനുപാതത്തിലായിരിക്കും, ഓപ്ഷൻ ബി വിപരീത അനുപാതത്തിലായിരിക്കും, ഓപ്ഷൻ സി വ്യത്യാസപ്പെടുന്നില്ല, ഓപ്ഷൻ ഡി താപനിലയുടെ വർഗത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതിൽ നമ്മൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം താപനിലയോട് എങ്ങനെയായിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത്? മർദ്ദം സ്ഥിരമായിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? നേർ അനുപാതത്തിലായിരിക്കും. ഓപ്ഷൻ എ നേർ അനുപാതത്തിലായിരിക്കും. ഇനി 50ാമത്തെ ചോദ്യം, കാർബണിന്റെ രൂപാന്തരമായ വജ്രത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. ശക്തമായ സഹസംയോജക ബന്ധനമാണ് വജ്രത്തിന്റെ കാഠിന്യത്തിന് കാരണം. 2. വജ്രത്തിന് അപവർത്തനാങ്കം വളരെ കൂടുതലാണ്. 3. വൈദ്യുത ചാലകമായിട്ട് പ്രവർത്തിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ LDCക്കും ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വജ്രത്തെക്കുറിച്ചുള്ള ഇതിലേതാണ് വജ്രത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതായിരിക്കും? ഒന്നാമത്തത് ശക്തിയായ സഹസംയോജക ബന്ധനമാണ് വജ്രത്തിന്റെ കാഠിന്യത്തിന് കാരണം. ശരിയാണ്. 2. വജ്രത്തിന് അപവർത്തനാങ്കം വളരെ കൂടുതലാണ്. ശരിയാണ്. വൈദ്യുത ചാലകമായിട്ട് പ്രവർത്തിക്കുന്നു. ഉണ്ടോ? തെറ്റാണ്. വൈദ്യുത ചാലകമായിട്ട് ഏതില്ല? നമ്മുടെ വൈദ്യുതിയെ കടത്തി വിടുന്നില്ല. ആര്? വജ്രം എന്ത് ചെയ്യുന്നില്ല? വൈദ്യുതിയെ കടത്തി വിടുന്നില്ല. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയെന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന തെറ്റായ പ്രസ്താവന അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ് ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇനി 51ാമത്തെ ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബര പ്രഖ്യാപനം നടത്തിയതെന്നാണ്. എന്നാൽ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം 1936 നവംബർ 12 അല്ലെ 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. ഇനി 52ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വാളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ആരായിരുന്നു? ഓപ്ഷൻ സി അല്ലെ AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വാളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന ആരായിരുന്നു? AK ഗോപാലനാണ്. ഇതും PYQ ആണ് അല്ലേ. 53ാമത്തെ ചോദ്യം, 1846 കോട്ടയം മന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തതാരാണ്? 1846 കോട്ടയത്തെ മന്നാനം എന്ന് പറയുന്ന സ്ഥലത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാ? മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വർഷം ഏതാ? 1846 കോട്ടയം മന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തതാരാ? മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് അല്ലേ. ഇത് ഓപ്ഷൻ നിങ്ങൾ നോക്കി നോക്ക്. ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്ന വർഷം ഓർത്തു നോക്കുക, വാഗ്ബടാനന്ദൻ ജനിച്ച വർഷം ഓർത്തു നോക്കുക, മന്നത്ത് പത്മനാഭൻ ജനിച്ച വർഷം ഓർത്തു നോക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവരെയൊക്കെ കാലഘട്ടത്തിന് മുമ്പുള്ള ഡേറ്റാ കൊടുത്തിരിക്കുന്നത് 1846 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊക്കെ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിൽ എത്താൻ കഴിയും. പഠിച്ച ആളുകൾക്ക് അല്ലേ. ചട്ടമ്പി സ്വാമികൾക്ക് ജനിക്കുന്ന 1853 സ്വാമിയൊക്കെ ജനിക്കുന്നത് തന്നെ. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് തന്നെ എന്താ? 1846 കോട്ടയം മന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ആൻസറിൽ എത്താൻ കഴിയും. 54ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി ദിനപത്രത്തിന്റെ ഉടമസ്ഥൻ ആരായിരുന്നു? ലാസ്റ്റ് കഴിഞ്ഞ നമ്മുടെ ഫാം വർക്കറിനും ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ ആരായിരുന്നു? ഓപ്ഷൻ എ അല്ലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലെ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. 55 കല്ലുമാല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കല്ലുമാല സമരത്തിന് ആരായിരുന്നു? ഓപ്ഷൻ ബി അല്ലെ അയ്യങ്കാളിയാണ്. ഇനി അടുത്ത ചോദ്യം, ആത്മവിദ്യാകാഹളം എന്ന ഗ്രന്ഥം രചിച്ചതാരാ? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാ? ആത്മവിദ്യാകാഹളം എന്ന ഗ്രന്ഥം രചിച്ചതാരാ? ഒക്കെ ആര് തന്നെയാ? വാഗ്ബടാനന്ദൻ തന്നെ അല്ലെ. വാഗ്ബടാനന്ദനാണ്. 57ാമത്തെ ചോദ്യം, നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാ? എല്ലാം PYQ. ഏതാ? ദിനബന്ധു മിത്രയാണ് അല്ലെ. ദിനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ്.
രചയിതാവ് ആരാ? ദീനബന്ധു മിത്രയാണ്. 58 ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? 17 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹമാണ്. 59 വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി അല്ലേ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അല്ലെ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗഫാർ ഖാനാണ് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. 60ാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരാഴ്ച മുമ്പ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ദിവസം മുമ്പ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ഉണ്ട്. ആരായിരുന്നു? EMSനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആരാ? EMSന്റെ കൃതിയാണ് ഇത് 1.25 കോടി മലയാളികൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ GK ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനി ബാക്കി വരുന്ന 40 ക്വസ്റ്റ്യൻസിൽ 20 ഇംഗ്ലീഷും 20 മലയാളമാണ് കേട്ടോ. അപ്പോൾ മലയാളം ക്വസ്റ്റ്യൻസ് 20 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഉപകാരപ്പെടും കേട്ടോ. 61ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്ന് അർത്ഥം വരുന്ന പദം ഏതാണ്? മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്ന് അർത്ഥം വരുന്ന പദം. ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല, നേരിട്ട് ശരി ഉത്തരം പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെ തെറ്റുത്തരം വായിക്കുന്ന ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ കയറും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് അന്യാദൃശ്യം കേട്ടോ. അന്യാദൃശ്യം. ഓപ്ഷൻ ഡി ആണ് അന്യാദൃശ്യം. ഓക്കെ, ഇതാണ് ദൃശ്യമാണ്, ദൃശ്യമല്ല ദൃശ്യം. അന്യാദൃശ്യം അതാണ് എന്താ അതിൻ്റെ അർത്ഥം എന്താ? മറ്റൊരാളിൽ കാണപ്പെടാത്തത്. 62ാമത്തെ ചോദ്യം, ശരിയായ വാക്യം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 മുഖ്യമന്ത്രിയെ കാണാനും പരാതി നൽകുന്നതിനും പോയി. 2 വാഹനാപകടത്തിൽ ഏകദേശം 10ഓളം പേർ മരിച്ചതായി പറയപ്പെടുന്നു. 3 കേരളത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന സ്ത്രീകളാണ് കൂടുതൽ. 4 വൃദ്ധനായ ഒരു പുരുഷൻ സ്വയം ആത്മഹത്യ ചെയ്തു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഇതിലേതൊക്കെയാ ശരിയായ വാക്യം? 1 മുഖ്യമന്ത്രിയെ കാണാനും പരാതി നൽകുന്നതിനും പോയി. അത് ശരിയാണോ? ഇത് ശരിയാണോ? ഇത് തെറ്റല്ലേ? എന്തുകൊണ്ടായിരിക്കും? മുഖ്യമന്ത്രിയെ കാണാനും പരാതി നൽകാനും ഒരു 2 ടേമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമ്മൾ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമ്മൾ മുഖ്യമന്ത്രിയെ കാണും, പിന്നെ അത് എടുത്തു പറയേണ്ട ആവശ്യമുണ്ടല്ലോ അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനും പരാതി നൽകാനും പോയി എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണല്ലേ. 2ാമത്തത്, വാഹനാപകടത്തിൽ ഏകദേശം 10ഓളം പേര്, ഏകദേശം കൊടുത്തിട്ട് പിന്നെ 10ഓളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതും ഇല്ല. അപ്പോൾ അതും തെറ്റാണ്. 3ാമത്തത്, കേരളത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേനെ രണ്ടും എന്താണ്? ഒരേ മീനിങ് പോലത്തെ വരുന്നല്ലേ? അപ്പം അതും തെറ്റാണ് അല്ലേ. അപേക്ഷിച്ച് സ്ത്രീകളാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കേരളത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന സ്ത്രീകളാണ് കൂടുതൽ. അതെന്താണ്? തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. 4ാമത്തത്, വൃദ്ധനായ ഒരു പുരുഷൻ സ്വയം ആത്മഹത്യ ചെയ്തു. സ്വയം ആത്മഹത്യ എങ്ങനെയേ ചെയ്യുള്ളൂ? സ്വയം മാത്രമേ ചെയ്യുള്ളൂ. അപ്പം 2ഉം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വൃദ്ധനായൊരു ആൾ ആത്മഹത്യ ചെയ്തു എന്ന് കൊടുത്താൽ മതി അല്ലേ. അപ്പം സ്വയം ആത്മഹത്യ ചെയ്തു എന്നില്ല, കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം അതും എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലേ. അപ്പം 4 പ്രസ്താവനകൾ എന്താണ്? തെറ്റാണ്. ഇനി 63ാമത്തെ ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഘടകവിരുദ്ധം എന്ന് എങ്ങനെയാണ് എഴുതാം? ശരിയായ പദം എന്താ? ഘടകവിരുദ്ധമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഘടകവിരുദ്ധം. അപ്പോൾ സ്പെല്ലിങ് നോക്കി നോക്കുക. ഘടകവിരുദ്ധം. ശരിയായിട്ട് എങ്ങനെ എഴുതാം? നമ്മൾ കേൾക്കുമ്പോൾ ഘടകവിരുദ്ധം എന്നൊക്കെ ചിലപ്പം പോയേക്കാം എക്സാം ആളിന്. പക്ഷെ ഓർത്ത് നോക്കുക, ഘടകവിരുദ്ധം എന്നാട്ടോ. 64 തിരനോട്ടം എന്ന ശൈലിയെ സൂചിപ്പിക്കുന്നത് എന്താ? തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് എന്താ? തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് എന്താ? ഏറെ കാലത്തിന് ശേഷം പഴയ കാലം ഓർമ്മിക്കുന്നത്, തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നോട്ടം, അല്പാൽപമായി സൂചനകൾ നൽകുന്നത്, കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്നത്. ഇതിൻ്റെ തിരനോട്ടം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്?
ഓപ്ഷൻ സി ആട്ടോ, അല്പാൽപമായി സൂചനകൾ നൽകുന്നത്. തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് എന്താ? അല്പാൽപമായി സൂചനകൾ നൽകുന്നത്. ഇനി 65ാമത്തെ ചോദ്യം, മൃത്തിക എന്തിൻ്റെ പര്യായപദമാണ്? മൃത്തിക എന്നതിൻ്റെ അർത്ഥം എന്താണ്? മൃത്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാണ് കേട്ടോ. ഓപ്ഷൻ ബി മണ്ണാണ്. മൃത്തിക എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണാണ്. ഇനി 66ാമത്തെ ചോദ്യം, നൈതികം എന്നാൽ എന്താ? നൈതികം, നൈതികം എന്ന് പറഞ്ഞാൽ എന്താ? നൈതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിയെ സംബന്ധിച്ചതാണ് നൈതികം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്, നീതിയെ സംബന്ധിച്ചതാണ് ഏത്? നൈതികം. ഇനി 67, എരി അധികം തീ ചേർത്തെഴുതിയാൽ എന്താണ്? എരി അധികം തീ എന്നത് ചേർത്തെഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? സോറി, അതിൻ്റെ വാക്യം എന്തായിരിക്കും? ഓപ്ഷൻ സി അല്ലേ? എരിതീയാണ് കേട്ടോ. എരിതീ. ഓപ്ഷൻ സി എരിതീ. എരി അധികം തീ ചേർത്തെഴുതിയാൽ എന്താ? എരിതീ എന്നാണ്. 68ാമത്തെ ചോദ്യം, തെറ്റായ ജോഡി കണ്ടെത്താൻ വേണ്ടിയിട്ട്. തെറ്റായ ജോഡി ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആട്ടോ, ഊശരം ശീതളം എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള ജോഡിയാണ്. ഇനി 69, ജസ്റ്റ് എറൗണ്ട് ദി കോർണർ എന്നതിൻ്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ ഏതാണ്? ജസ്റ്റ് എറൗണ്ട് ദി കോർണർ എന്നതിൻ്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ എന്താ? ഉടനടി നടക്കാനിടയുള്ള കാര്യം എന്ന് കേട്ടോ. ജസ്റ്റ് എറൗണ്ട് ദി കോർണർ എന്ന് പറഞ്ഞാൽ എന്താ? ഉടനടി നടക്കാനിടയുള്ള കാര്യം. ജസ്റ്റ് എറൗണ്ട് ദി കോർണർ, ഉടനടി നടക്കാനുള്ള കാര്യം. 70, ശരിയായ ഒറ്റപ്പദം അല്ലെങ്കിൽ ഒറ്റപ്പദങ്ങൾ കണ്ടെത്താൻ വേണ്ടിട്ടോ. ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം, വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം, പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം, കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസോ. ഇതിലേതൊക്കെയാണ് ഒറ്റപ്പദങ്ങൾ ശരിയായിട്ടുള്ളത്? എന്താ ലിംഗത്തെ സംബന്ധിച്ചതെന്ന് പറയുന്നത്? ലൈംഗികം അല്ലേ? ലിംഗത്തെ സംബന്ധിച്ച് ഏത് തന്നെയാണ്? ലൈംഗികം തന്നെയാണ് അല്ലേ? ശരിയാണ്. രണ്ടാമത്തത് വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം. വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം ശരിയാണ്. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം. പിതാവിനെ സംബന്ധിച്ചത് ഏത് തന്നെയാണ്? പൈതൃകമാണ്. ഇനി കുടിക്കാൻ ആഗ്രഹമുള്ളവൻ ആരാ? പിപാസു അല്ലേ? പിപാസു, കുടിക്കാൻ ആഗ്രഹമുള്ളവൻ. 4 എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 71, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ രൂപം ഏതാ? അതായത് ജഡിലം എന്ന് എഴുതുന്ന രൂപം അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ജഡിലം എന്ന് എഴുതുന്നത് എങ്ങനെയാ ജഡിലം? ഓപ്ഷൻ എ ആട്ടോ. ജഡിലം എന്ന് എഴുതുന്നത് എങ്ങനെയാ? ജഡിലം. ഇതാണ് ജഡിലം. ജഡിലം ഓർത്ത് നോക്കുക, സ്പെല്ലിംഗ് നോക്കി നോക്കുക. ജഡിലം. ഇനി 72, ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായ പദം തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇരുമ്പ്. ഏതാ? ഓപ്ഷൻ ബി ആട്ടോ, ആയസം. ആയസം എന്ന് പറഞ്ഞാൽ എന്താ? ഇരുമ്പാണ് കേട്ടോ. ഇരുമ്പിന്റെ പര്യായ പദമാണ് ഇത്, ആയസം. ആയസം. ആയസം എന്താ? ഇരുമ്പ് എന്ന മീനിങ് ആണ് വരുന്നത്. 73ാമത്തെ ചോദ്യം, ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. 1, 500 തേങ്ങകൾ വിറ്റു. 2, 20 പശുക്കൾ വാങ്ങി. 3, 30 കുട്ടികൾ വന്നു. 4, 15 മാങ്ങകൾ കൊടുത്തു വിട്ടു. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഏതൊക്കെയായിരിക്കും ശരിയായിട്ടുള്ളത്? ഒന്നാമത്തത് 500 തേങ്ങകൾ വിറ്റു. 500 തേങ്ങ വിറ്റു എന്ന് പോരെ? 500 തേങ്ങകൾ എന്ന് വേണോ? അപ്പോൾ അത് തെറ്റാട്ടോ. 500 തേങ്ങകൾ വിറ്റു തെറ്റാണ്. രണ്ടാമത്തത് 20 പശുക്കൾ വാങ്ങി. മൃഗങ്ങളെ ശരിയാട്ടോ. 20 പശുക്കൾ വാങ്ങി, അത് ശരിയാണ്. രണ്ടാമത്തത് 30 കുട്ടികൾ വന്നു, അതും ശരിയാണ്. 30 കുട്ടികൾ വന്നു. നാലാമത്തത് 15 മാങ്ങകൾ കൊടുത്തു വിട്ടു. ഒന്നാമത്തെ അതേ പ്രസ്താവന തന്നെയല്ലേ? 500 തേങ്ങകൾ, അതുപോലെ ഇവിടെ 15 മാങ്ങകൾ, അതും എന്താണ്? തെറ്റാണ്. ഇപ്പോൾ 2 പ്രസ്താവനകളാണ് ഇതിൽ തെറ്റ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ? അപ്പോൾ 2ഉം 3ഉം ആണ് ഏത് ഇതിൽ
ശരിയായിട്ടുള്ളത്. ഏതൊക്കെ? 20 പശുക്കൾ വാങ്ങി, അതുപോലെ 30 കുട്ടികൾ വന്നു എന്നുള്ളത്. അത് രണ്ടും മാത്രമേ എന്തുള്ളൂ? ശരിയായിട്ടുള്ളൂ. ഇനി ഗുരുക്കൾ എന്ന പദത്തിൻ്റെ വചനം ഏതാ? ഗുരുക്കൾ എന്ന പദത്തിൻ്റെ വചനം ഏതാ? ഓപ്ഷൻ സി ആണല്ലേ, പൂജക ബഹുവചനമാണ്. ഗുരുക്കൾ എന്ന പദത്തിൻ്റെ വചനം ഏതാ? പൂജക ബഹുവചനമാണ്. 75 ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 സത്യം പറയുക എന്നത് ആവശ്യമാണ്. 2 സ്വഭാഷയെ ദുഷിപ്പിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. 3 നിത്യവും വ്യായാമം ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തത് സത്യം പറയുക എന്നത് ആവശ്യമാണ്, തെറ്റാണ്. സ്വഭാഷയെ ദുഷിപ്പിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്, തെറ്റാണ്. നിത്യവും വ്യായാമം ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണ്, അതും എന്താണ്? തെറ്റാട്ടോ. 3 എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. 76 ശരിയായ പദം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ആദരാഞ്ജലികൾ എന്ന് എഴുതുന്നത്? ആദരാഞ്ജലികൾ ഏതാ? ആദരാഞ്ജലികൾ എങ്ങനെ എഴുതാം? ഓപ്ഷൻ ബി നോക്കിയേ, അതല്ലേ ആദരാഞ്ജലികൾ എന്ന് പറയുന്നല്ലേ? ആദരാഞ്ജലികൾ ദാ ഏതാ നോക്കുക, ആദ്യം ഞായ കേട്ടോ, ഞാ കഴിഞ്ഞിട്ട് ഇഞ്ച, അപ്പോൾ അഞ്ജലികൾ അല്ലേ, ആദരാഞ്ജലികൾ. 77 കടബാധ്യത എന്നത് വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? കടബാധ്യത എന്നത് വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയായിരിക്കും? കടബാധ്യത നമുക്ക് വരുന്നത് അല്ലേ, കടം മൂലമുണ്ടാകുന്നതല്ലേ, കടം മൂലമുണ്ടാകുന്ന ബാധ്യതയാണ് നമുക്ക് എന്ത്? കടബാധ്യത അല്ലേ, കടം മൂലമുണ്ടാകുന്ന ബാധ്യതയാണ് കടബാധ്യത. 78 കരചരണാദികൾ എന്ന് ഘടകപദങ്ങളാക്കിയാൽ എങ്ങനെയായിരിക്കും? കരചരണാദികൾ, കരചരണാദികൾ ഇങ്ങനെയായിരിക്കും, കരം, ചരണം മുതലായവ. ഓപ്ഷൻ ബി ആണ് കരം, ചരണം മുതലായവ. കരചരണാദികൾ എന്ന് പറഞ്ഞാൽ എന്താ? കരം, ചരണം മുതലായവ എന്നാണ്. ഇനി നിരാമയൻ എന്നാൽ എന്താ? നിരാമയൻ, നിരാമയൻ എന്താ? നിരാമയൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി അല്ലേ, ദുഃഖമില്ലാത്തവൻ. നിരാമയൻ എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖമില്ലാത്തവൻ, സന്തോഷമുള്ളവൻ അല്ലേ. ഇനി അടുത്തത് 80ാമത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായിട്ട് പിരിച്ചെഴുതിയിരിക്കുന്നത് ഏതാണ്? കണ്ടു, കൺ അധികം തു. അവൻ, ആ പ്ലസ് അൻ. 3 വാഗ്ദേവത, വാഗ് അധികം ദേവത. ഇനി പ്രത്യക്ഷം, പ്രതി അധികം അക്ഷം. ഇതിലേതാണ് തെറ്റായിട്ട് പിരിച്ചെഴുതിയിരിക്കുന്നത്? ഏതാ? ഓപ്ഷൻ സി അല്ലേ, വാഗ്ദേവത എന്ന് എഴുതി. എങ്ങനെയാ? വാക്ക് അധികം ദേവത എന്നാണ്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? വാഗ് അധികം ദേവത എന്ന്. അതെന്താണ്? തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ 20 മലയാളം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രിപ്പോസിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദർ വാസ് നത്തിങ് ഇമ്പോർച്ചുനേറ്റ് ഡാഷ് ഹിം. ദർ വാസ് നത്തിങ് ഇമ്പോർച്ചുനേറ്റ് ഡാഷ് ഹിം. എന്താ വരിക? ഓപ്ഷൻ ഡി ആട്ടോ, എബൌട്ട് ഹിം ആട്ടോ, എബൌട്ട് ഹിം. ഇപ്പോൾ എബൌട്ട് കേട്ടോ. അപ്പോൾ ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറക്കുമതി എന്നാട്ടോ മീനിങ് വരുന്നത്. 82ാമത്തെ ചോദ്യം, യൂസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഡാഷ് ദർ ടു ഹെയർ ടു ക്യാരി ഓൺ ഫാമിലി. ക്യാരി ഓൺ ദി ഫാമിലി. ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഡാഷ് ഹെയർ ടു ക്യാരി ഓൺ ദി ഫാമിലി. എന്താ വരിക? ആൻ ആണ് കേട്ടോ, ആൻ ആണ്. ഓപ്ഷൻ ബി ആണ്, ആൻ വരിക കേട്ടോ. 83 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ട് സ്പെല്ലിംഗ് കറക്റ്റായിട്ടുള്ളത് ഏതാണ്? ഏതാ കറക്റ്റ് സ്പെൽഡ് വേർഡ്? ക്വിൻറ്റസെൻഷ്യൽ അല്ലേ, പരമപ്രധാനമായത് എന്നർത്ഥം വരുന്ന ക്വിൻറ്റസെൻഷ്യൽ. ഏതാ? ഓപ്ഷൻ എ ആട്ടോ, ക്വിൻറ്റസെൻഷ്യൽ. എങ്ങനെയാ? ഓപ്ഷൻ എ ആണ് കേട്ടോ വരിക. സ്പെല്ലിങ് നോക്കി നോക്കാം, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്വിൻറ്റസെൻഷ്യൽ, ക്വിൻറ്റസെൻഷ്യൽ പരമപ്രധാനമായത്. 84ാമത്തെ ചോദ്യം, everybody has avoided discussing the critical issues during the meeting dash.
ചൂസ് ദി മോസ്റ്റ് സ്യൂറ്റബിൾ ക്വസ്റ്റ്യൻ ടാഗ് കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ വേണ്ടിയിട്ടാണ് എവ്രിബഡി ഹാസ് അവോയ്ഡഡ് അല്ലേ, അവിടെയല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. എവ്രിബഡി ഹാസ് അവോയ്ഡഡ് ഡിസ്കസിങ് ദി ക്രിട്ടിക്കൽ ഇഷ്യൂ ഡ്യൂറിങ് ദി മീറ്റിംഗ്. എന്താ എവ്രിബഡി ഹാസ് അവോയ്ഡഡ് എന്തായിരിക്കും വരിക? എവ്രിബഡി ഹാസ് അവോയ്ഡഡ് എന്താ വരിക? ഹാവിൻഡ് ദേ അല്ലേ, ഓപ്ഷൻ സി അല്ലേ വരിക? ഹാവിൻഡ് ദേ വരും അല്ലേ. എവ്രിബഡി ഹാസ് അവോയ്ഡഡ് എന്ത് വരും? ഹാവിൻഡ് ദേ. 85ാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദി ഗിവൺ സെൻറ്റൻസ് യൂസ് സ്യൂറ്റബിൾ ഫ്രേസൽ വെർബ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ സെയിലർ വാസ് ഡാഷ് ഓൺ റിമോട്ട് ഐലാൻഡ് ആഫ്റ്റർ ദി സ്റ്റോം wrecked his ship. The sailor was dash on a remote island after the storm wrecked his ship. എന്താ വരിക? കാസ്റ്റ് എവേ എന്ന് വരും. ഓപ്ഷൻ ബി കാസ്റ്റ് എവേ. ഓപ്ഷൻ ബി കാസ്റ്റ് എവേ എന്നാണ് അതിൽ വരിക. കാസ്റ്റ് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരുപയോഗപ്പെടുക എന്നൊക്കെ അർത്ഥം വരുന്നത്. 86 ചൂസ് ദി വേർഡ് ദാറ്റ് ക്യാൻ സൂറ്റബിൾ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എ സ്റ്റുഡൻറ്റ് വിത്ത് ഹൈഗസ്റ്റ് റാങ്ക് ഇൻ എ ക്ലാസ്. എ സ്റ്റുഡൻറ്റ് വിത്ത് ഹൈഗസ്റ്റ് റാങ്ക് ഇൻ എ ക്ലാസ് എന്താ പറയുക? ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് വാൽഡിക്ടോറിയൻ. ഓപ്ഷൻ എ വാൽഡിക്ടോറിയൻ. എ സ്റ്റുഡൻറ്റ് വിത്ത് ഹൈഗസ്റ്റ് റാങ്ക് ഇൻ എ ക്ലാസ് എന്താ? വാൽഡിക്ടോറിയൻ. 87 വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഇൻ ഈസ് നോട്ട് എ കോമ്പൗണ്ട് വേർഡ്. തന്നിരിക്കുന്നതിൽ കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത് ഏതാണ്? വീക്കെൻഡ്, ബാക്ക് പാക്ക്, സൺഷൈന്, പ്ലേഫുൾ. ഇതിൽ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം അല്ലേ, ഒരു വേർഡിൽ നിന്ന് രണ്ട് മീനിങ് കിട്ടണം നമുക്ക്. ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പ്ലേഫുൾ എന്നുള്ളത് എന്തല്ല, ഒരു കോമ്പൗണ്ട് വേർഡ് അല്ല അല്ലേ. ബാക്കിയൊക്കെ നോക്കിയേ, വീക്കെൻഡിൽ നിന്ന് എന്ത് കിട്ടും? വീക്ക് കിട്ടും, എൻഡും കിട്ടും അല്ലേ. ബാക്ക് പാക്കിൽ നിന്ന് എന്ത് കിട്ടും? ബാക്ക് കിട്ടും, പാക്കും കിട്ടും. സൺഷൈനിൽ നിന്ന് സണ്ണ് കിട്ടും, ഷൈനും കിട്ടും. പ്ലേഫുൾ നിന്ന് കിട്ടത്തില്ല, നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള രണ്ട് വേർഡ് കിട്ടുന്നില്ല. അപ്പോൾ അതാണ് എന്ത്? കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത്. 88ാമത്തെ ചോദ്യം, ചൂസ് ദി കറക്റ്റ് 88 ചൂസ് ദി കറക്റ്റ് കോമ്പിനേഷൻ ദാറ്റ് ഷോസ് നൗൺ ടു അഡ്ജക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ വിത്ത് എ സഫിക്സ്. കറക്റ്റ് കോമ്പിനേഷൻ ഏതാണെന്നുള്ളത് കണ്ടെത്തുക. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഫ്രണ്ട് ഫ്രണ്ട്ലി എന്നുള്ള കേട്ടോ. ഫ്രണ്ട് ഫ്രണ്ട്ലി. 89ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദി അണ്ടർലൈൻഡ് വേർഡ് വിത്ത് കറക്റ്റ് പാർട്ട് ഓഫ് സ്പീച്ച്. ദ ഫാക്ടറി ഡിസ്ചാർജ്ഡ് ഇറ്റ് വേസ്റ്റ് ഡൗൺ സ്ട്രീം കോസിംഗ് പൊല്യൂഷൻ ഇൻ ദ നിയർ ബൈ കമ്മ്യൂണിറ്റീസ്. അത് ഡൗൺ സ്ട്രീം എന്നത് നൗൺ ആണോ, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആണോ, അല്ലെങ്കിൽ അഡ്വേർബ് ആണോ, അല്ലെങ്കിൽ വെർബ് ആണോ? ആ പാരഗ്രാഫ് ഒന്നും കൂടി വായിക്കുക, ആ മീനിങ് ഫുൾ ആയിട്ടുള്ള ആ വേർഡ് ഒന്ന് വായിക്കുക. എന്നിട്ട് ഡൗൺ സ്ട്രീം എന്ന് പറയുന്ന വേർഡ് നൗൺ ആയിട്ടാണോ തോന്നുന്നത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിട്ടാണോ തോന്നുന്നത്, അഡ്വേർബ് ആയിട്ടാണോ, അല്ലെങ്കിൽ വെർബ് ആയിട്ടാണോ തോന്നുന്നത്? എന്തായിട്ടായിരിക്കും അത്? ആഡ്വേർബാണ് കേട്ടോ. ആഡ്വേർബാണ്. ഇനി 90ാമത്തെ ചോദ്യം, ചൂസ് ദി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ എ പേഴ്സൺ ഹു പ്രിപ്പേഴ്സ് ആൻഡ് സെൽസ് കോഫി. എ പേഴ്സൺ ഹു പ്രിപ്പേഴ്സ് ആൻഡ് സെൽസ് കോഫി. അതിൻ്റെ വൺ വേർഡ് ആരാ? എ പേഴ്സൺ ഹു പ്രിപ്പേഴ്സ് ആൻഡ് സെൽസ് കോഫി ആരായിരിക്കും? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ബാരിസ്റ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ബാരിസ്റ്റ എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഹു പ്രിപ്പേഴ്സ് ആൻഡ് സെൽസ് കോഫി. 91ാമത്തെ ചോദ്യം, ചൂസ് ദി കറക്റ്റ് ഫോം ഓഫ് വെർബ് ഗിവൺ ബിലോ. ദ ഡെലീഷ്യസ് അരോമ ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് മീൽസ് ഡാഷ് ഫ്രം ദി കിച്ചൺ. എ ഡെലീഷ്യസ് അരോമ ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് മീൽസ് ഡാഷ് ഫ്രം ദി കിച്ചൺ. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി വാപ്സ് എന്നുള്ളതാണ്. 92 കംപ്ലീറ്റ് ദി ഗിവൻ സെൻറ്റൻസ് യൂസിങ് സ്യൂറ്റബിൾ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഫിഷിൻ്റെ കളക്റ്റീവ് നൗൺ എന്താണ്? ഫിഷിൻ്റെ കളക്റ്റീവ് നൗൺ ദ ടൂറിസ്റ്റ് എൻജോയ് ദി വാച്ചിങ് ദി മെസ്മറൈസിങ് മൊമെൻറ്റ് ഓഫ് ദി ഡാഷ് ഓഫ് ഫിഷ് ഗ്ലൈഡിങ് ത്രൂ ദി വാട്ടർ. അപ്പോൾ എന്താണ് ഫിഷിൻ്റെ കളക്റ്റീവ് നൗൺ? എന്താ? സ്കൂൾ ഓഫ് ഫിഷ് അല്ലേ. സ്കൂൾ ഓഫ് ഫിഷ്. ഓപ്ഷൻ ബി സ്കൂൾ ഓഫ് ഫിഷസ് എന്നല്ലേ പറയാം നമ്മളല്ലേ, സ്കൂൾ ഓഫ് ഫിഷ്. 93ാമത്തെ ചോദ്യം,
93 കംപ്ലീറ്റ് ദി അൺറിയൽ കണ്ടീഷൻ ക്ലോസ് വിത്ത് ദ suitable ഓപ്ഷൻ ഗിവൺ ബിലോ. ഡാഷ് ഇഫ് യു ഹാഡ് വോൺ ദി ലോട്ടറി. ഡാഷ് ഇഫ് യു ഹാഡ് വോൺ ദി ലോട്ടറി. ഇവിടെ ഈഫ് ക്ലോസ് അല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഈഫ് ക്ലോസ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഫോർമാറ്റല്ലേ നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഒന്ന്, ഈഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. ഒന്നാമത്തത് ഈഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. ഇതൊരു എക്സാമ്പിളാണ്. ഇത് ജസ്റ്റ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. രണ്ടാമത്തത് ഈഫ് യു സ്റ്റഡിയഡ് വെൽ. If you studied well, you would pass the exam. If you studied well, you would pass the exam. ഇനി മൂന്നാമത്തെ ഫോം, if you had studied well, you would have passed the exam. ഒന്നാമത്തത് ഓർത്ത് നോക്കുക, if you study well, you will pass the exam. രണ്ടാമത്തത് if you studied well, you would pass the exam. മൂന്നാമത്തത് ഇഫ് യു ഹാഡ് സ്റ്റഡിയഡ് വെൽ യു വുഡ് ഹാവ് പാസ് ദി എക്സാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താ, ഇഫ് യു ഹാഡ് വോൺ ദി ലോട്ടറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും വരിക, ഇഫ് യു ഹാഡ് സ്റ്റഡിയഡ് വെൽ യു വുഡ് ഹാവ് പാസ് ദി എക്സാം അല്ലേ. ഇഫ് യു സ്റ്റഡിയഡ് വെൽ, ഇഫ് യു ഹാഡ് സ്റ്റഡിയഡ് വെൽ, ആ മൂന്നാമത്തെ ക്ലോസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഇഫ് യു ഹാഡ് വോൺ ദി ലോട്ടറി, അപ്പോൾ എന്തായിരിക്കും, യു വുഡ് ഹാവ് എന്ന് വരണം അല്ലേ. യു വുഡ് ഹാവ്, അല്ലെങ്കിൽ ഈ വാട്ട് വുഡ് ഹാവ്, അപ്പോൾ അങ്ങനെ വരുന്ന വുഡ് ഹാവ് വരുന്നത് ഏതേ ഉള്ളൂ, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ അല്ലേ. വുഡ് ഹാവ്, വാട്ട് വുഡ് ഹാവ് ഡൺ. അപ്പോൾ ഇഫ് യു ഹാഡ് വന്നാൽ, ഇഫ് യു ഹാഡ് വന്നാൽ യു വുഡ് ഹാവ് വരണം. ഇഫ് യു ഹാഡ് വന്നാൽ എന്ത് വരണം, ഇഫ് യു ഹാഡ് വന്നാൽ എന്ത് വരണം, വുഡ് ഹാവ് വരണം. വുഡ് പ്ലസ് ഹാവ് വരുന്നത് ഏതേ ഉള്ളൂ, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. 94ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫോം ദസ് ഗിവൺ ഓപ്ഷൻസ്. ദ ബ്രിങ് എ ജാക്കറ്റ് ഇൻ കേസ് ഡാഷ്. ബ്രിങ് എ ജാക്കറ്റ് ഇൻ കേസ് ഡാഷ് എന്തായിരിക്കും, ഇറ്റ് ഗെറ്റ്സ് കോൾഡ് ലേറ്റർ. ഓപ്ഷൻ സി ആട്ടോ വരിക, ഓപ്ഷൻ സി ആണ്, ഇറ്റ് ഗെറ്റ്സ് കോൾഡ് ലേറ്റർ. ബ്രിങ് എ ജാക്കറ്റ് ഇൻ കേസ് ഇറ്റ് ഗെറ്റ് കോൾഡ് ലേറ്റർ. 95ാമത്തെ ചോദ്യം, റീറൈറ്റ് ദി സെൻറ്റൻസ് യൂസിങ് സോ ദാറ്റ് വെച്ചിട്ട് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ മൂവി വാസ് ടു സ്കേറി ഫോർ മീ ടു വാച്ച് ഇറ്റ് അലോൺ. The movie was too scary for me to watch it alone. ഇത് സോ ദാറ്റ് വെച്ചിട്ട് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ വരിക, ഓപ്ഷൻ ബി ആയിട്ട് ഇതിൻ്റെ ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ്, ദ മൂവി വാസ് സോ സ്കേറി ദാറ്റ് ഐ കുഡ് നോട്ട് വാച്ച് ഇറ്റ് അലോൺ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി 96ാമത്തെ ചോദ്യം, choose the correct alternative form thus given as options. When he returned home dash. When he returned home dash. എന്തായിരിക്കും വരിക, 96 അല്ലേ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഹി ഫൗണ്ട് ദാറ്റ് ഹിസ് കാറ്റ് ഹാഡ് നോക്ക്ഡ് ഓവർ ദി വേസ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ വരുന്നത്. 97ാമത്തെ ചോദ്യം, റീഡ് ദി ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ബിഗിൻ വിത്ത് സ്കേഴ്സ്ലി. താഴത്തൊരു സെൻറ്റൻസ് വായിച്ചിട്ട് സ്കേഴ്സ്ലി വെച്ചിട്ട് ആരംഭിക്കാം. എന്താ, വിരളമായി അല്ലേ. സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ എന്താ, വിരളമായി എന്നല്ലേ. താഴത്തെ സെൻറ്റൻസ് വായിക്കുക. അതായത് ഹി റിസീവ്ഡ് ദി മെസ്സേജ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ് സൂൺ ഹി സ്റ്റാർട്ടഡ്. ഇത് സ്കേഴ്സ്ലി വെച്ചിട്ട് ആരംഭിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതാ വരിക, ഇത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടി സ്കേഴ്സ്ലി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു മീനിങ് ഫുൾ അർത്ഥം ഉണ്ടാക്കുക. ഏത്, ഹി റിസീവ്ഡ് ദി മെസ്സേജ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ് സൂൺ ഹി സ്റ്റാർട്ടഡ് എന്ന് അർത്ഥം വരുന്നു. ഏതായിരിക്കും വരിക, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഒരു ഓപ്ഷൻ ഡി ആണ്. 98ാമത്തെ ചോദ്യം, റിപ്പോർട്ട് ദി ഫോളോയിങ് സെൻറ്റൻസ്. താഴത്തെ സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിഡ് യു വാച്ച് ദി ഫിലിം ആഫ്റ്റർ യു ഫിനിഷ്ഡ് റീഡിങ് ദി ബുക്ക്. ഡിഡ് യു വാച്ച്ഡ് ദി ഫിലിം ആഫ്റ്റർ യു ഫിനിഷ്ഡ് റീഡിങ് ദി ബുക്ക് ഷീ ആസ്ക്ഡ് മീ. ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാം, എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കുക, എഴുതാൻ ശ്രമിക്കാം. ഏതായിരിക്കും, ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആ വരിക. ഇനി 99ാമത്തെ ചോദ്യം, ചൂസ് ദി മോസ്റ്റ് സൂറ്റബിൾ പാസീവ് വോയിസ് കേട്ടോ. പാസീവ് വോയിസ് ഓഫ് ദി ഗിവൺ സെൻറ്റൻസ് ഫ്രം ദി ഓപ്ഷൻസ്. ഡിഡ് ദേ ലെൻഡ് ഹിം സം മണി. ഡിഡ് ദേ ലെൻഡ് ഹിം സം മണി. ഇതിൻ്റെ പാസീവ് വോയിസ് എന്തായിരിക്കും? ഡിഡ് ദേ ലെൻഡ് ഹിം സം മണി. എന്താ വരിക?
വാസ് ഹി ലെൻഡ് സം മണി അല്ലേ? പാസീവ് എന്താ? വാസ് ഹി ലെൻഡ് സം മണി എന്നുള്ളതാണ്. 100ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് ദി ഇഡിയം അണ്ടർലൈൻ ചെയ്ത വേർഡ് ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? അതായത് ടേൺഡ് ദി കോർണർ എന്നതിൻ്റെ മീനിങ് എന്താണ്? ടേൺഡ് ദി കോർണർ എന്താ വരിക? ദി പാസ് ദി ക്രൈസിസ് എന്നാണ്. ദ പാസ് ദി ക്രൈസിസ്. ഓപ്ഷൻ ബി ആണ് ദി പാസ് ദി ക്രൈസിസ്.